അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതിശക്തമായ കാറ്റും കോളും മഴയുമുള്ള ദിവസം. നമ്മുടെ ഷാഹുല്ലത ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ്. അവന് ശരിക്കൊന്ന് പുറത്തിറങ്ങി പോകാൻ പോലും കഴിയാത്ത അവസ്ഥ. അതായത് കൈകാലുകളെല്ലാം തല്ലിയൊടിച്ചിരിക്കുകയല്ലേ, പിന്നെങ്ങനെ? പക്ഷേ എന്തെന്നറിയില്ല, അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലുണ്ടായിരുന്നു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എൻ്റെ പെണ്ണിൻ്റെ. മറ്റന്നാളാണ് കല്യാണം. മോളെ നൂറ, നിന്നോട് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഒരിക്കൽ പോലും മാതാപിതാക്കളെ വിഷമിപ്പിക്കരുത് എന്ന് കരുതിയിട്ടാണ്. അങ്ങേയറ്റം ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട് നൂറ. പക്ഷേ എൻ്റെ വീട്ടിലെ സ്ഥിതി എനിക്കറിയാം. എൻ്റെ ഉമ്മയും ഉപ്പയും ഞാനും എത്രമാത്രം വിഷമിച്ചു എന്നും എനിക്കറിയാം, എൻ്റെ പെങ്ങളുടെ ഈ ഒരു കാര്യം കൊണ്ട്. എന്നാൽ പ്രിയപ്പെട്ട നൂറ, എനിക്ക് നിന്നോട് പറയാനുള്ളത്, അതെ, നമ്മുടെ ഇഷ്ടങ്ങൾ വേർപിരിക്കേണ്ടി വന്നാലും ഒരിക്കൽ പോലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നിന്നോടുള്ള ആ സ്നേഹം, നിൻ്റെ ഓർമ്മ മായുന്നില്ല നൂറ. എനിക്ക് നീ തന്നെയാണ് എൻ്റെ നെഞ്ചിലുള്ളത്. പലതവണ മറക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അതെ എടാ, പിന്നെ അത് മറ്റൊരാൾക്കുള്ള പെണ്ണാണ്. അവരുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ്. അതെ, അവർ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഇനിയും നീ അവളെക്കുറിച്ച് ചിന്തിക്കരുത്. ആരോ എന്നോട് പറയുന്ന പോലെ തോന്നുകയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ എനിക്ക് കഴിയുന്നേ ഇല്ല. അവൻ പതുക്കെ അതാ കൊക്കിച്ചാടിക്കൊണ്ട് വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. മോനെ, അവിടെ എങ്ങാനും വീണിഞ്ഞ് പണി കൂട്ടല്ലേട്ടോ, കാലൊക്കെ ഒന്ന് ശരിയായി വന്നോട്ടെ. ഹോ എൻ്റെ റബ്ബേ, എന്നാലും എൻ്റെ കുട്ടി എത്രമാത്രം ഉപദ്രവിക്കാൻ ആരാ അപ്പോൾ ഉണ്ടായത്? ഓ, വല്ലാത്തൊരു പുതുമന്നെ. എന്നാൽ ഈ സമയം ആ ഉപ്പാക്കും നല്ല ടെൻഷനായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, എൻ്റെ പ്രിയപ്പെട്ട മകൾ ഏതായാലും അങ്ങനെയായി. എൻ്റെ മകൻ്റെ കാര്യത്തിൽ അല്പം സമാധാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ മകൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ അതും അതിലേറെ കഷ്ടമാകുന്ന അവസ്ഥയാണ്. അതായത് എൻ്റെ മകൻക്ക് ശരിക്കൊന്ന് എഴുന്നേറ്റ് നടക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥ. അതായത് മറ്റൊന്നുമല്ല, അത് എന്താ ചെയ്യുക, ആ പെണ്ണിൻ്റെ കൂട്ടക്കാർ അങ്ങനെ ചെയ്തതിൽ ഏതായാലും എൻ്റെ കുട്ടി. എന്നാൽ ആ ഉമ്മയും ഉപ്പയും അവനെ ആശ്വസിപ്പിച്ചിരുന്നു. പൊന്നു മോനെ, ഉപ്പാൻ്റെ കുട്ടി ഒന്നിലും പോയി ചാടല്ല കേട്ടോ. എന്നെ ഉപ്പ, ഞാൻ ഒരിക്കലും ഒന്നിനും ചാടിയിട്ടില്ല ഉപ്പ. ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്തപ്പോൾ ചെയ്യുക? ഞാനായിട്ടൊന്നിനും. പൊന്നു മോനെ, സാരല്ല. ഏതായാലും ഹോ, ഞാൻ പറഞ്ഞല്ലോ മോനെ, നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോയി അന്വേഷിക്കുക എന്നുള്ളത്. ഉമ്മ വേണ്ട, അവളുടെ നിക്കാഹാണ് മറ്റന്നാൾ. മറ്റന്നാളോ? അതെ ഉമ്മ, മറ്റന്നാൾ അവളുടെ കല്യാണമാണ്. അവൾ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, അത് വിവാഹം ഉറപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. പൊന്നു മോനെ, ഇപ്പോഴും അവൾക്ക് നിന്നോട് സ്നേഹമുണ്ടോ? ഉമ്മ, ഉണ്ടായിരിക്കുമായിരിക്കും. പക്ഷേ എന്ത് ചെയ്യാം, സാരമില്ല. അവൾ അവളുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. അവൾ അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. കാരണം അല്ലെങ്കിൽ പിന്നെ അല്ല മോനെ, എന്താ അവൾ പറയുന്നത്? എന്താ ചെയ്യുക, അവൾക്കങ്ങ് ഉൾക്കൊള്ളാൻ കഴിയണില്ല. സാരമില്ല, പടച്ചോൻ മറവി കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഞമ്മക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയോ? ഞാൻ ആ പൊന്നു മോളെ നല്ല രീതിയിൽ പൊന്നു പോലെ നോക്കും. ഉമ്മ, അതൊന്നും വേണ്ട ഉമ്മ. അവരൊക്കെ വലിയ പണക്കാരും പൈസക്കാരും സ്വത്തിൻ്റെ ഉടമകളൊക്കെ അല്ലേ. നമ്മളൊക്കെ പാവങ്ങളല്ലേ ഉമ്മ. ഞാൻ കൂലിപ്പണിയെടുത്ത് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ പണിയെടുത്ത് നടക്കുന്ന ആളാണ്. അവരൊക്കെ തന്നെ വലിയ വലിയ പണക്കാരാണ്. നമ്മളവരൊന്നും ഒക്കൂലമ്മ. അതുകൊണ്ടായിരിക്കും. പൊന്നു മോനെ, പണവും സ്വത്തും സമ്പത്തൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ മനസ്സിൻ്റെ സ്നേഹം, അത് അങ്ങനെ എല്ലാവരോടും തോന്നുന്ന ഒന്നല്ല. അതെന്ന് വെച്ചാൽ അവർ പരസ്പരം അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ആയിത്തീരുള്ളൂ. എൻ്റെ പൊന്നു മോനെ, ഉമ്മ ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. എന്നാൽ അതാ ഷാഹുൽ അവൻ്റെ റൂമിലേക്ക് പതുക്കെ പതുക്കെ കൊക്കിച്ചാടി നടന്നുകൊണ്ട് അവൻ്റെ ആ ഡയറി എടുക്കുന്നു. ആ ഡയറിയിൽ അവൻ ഓരോ കുറിപ്പ് എഴുതുകയാണ്. അതെ, അവളെക്കുറിച്ച് നൂറയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വളരെയധികം വർണ്ണിക്കുകയാണ്. പക്ഷേ നൂറയെ ഒരിക്കൽ പോലും അവനക്ക് കിട്ടില്ല എന്നറിയാം. എങ്കിലും നൂറയെക്കുറിച്ച് അവനൊരു കവിതയുടെ രൂപത്തിൽ എങ്ങനെ എഴുതുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട നൂറ, നിൻ്റെ കണ്ണുകളിൽ അത്രമാത്രം വെളിച്ചമുണ്ടായത് ഞാൻ ആദ്യമായിട്ടാണ് അന്ന് കണ്ടത്. പക്ഷെ കണ്ടതിൽ പിന്നെ നൂറ, എനിക്ക് പിന്നീടൊരിക്കലും ആ കണ്ണുകളിലെ പ്രകാശം എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. നിൻ്റെ ആ വെള്ളാരം കണ്ണുകൾ കൊണ്ടുള്ള ആ ഒരു നോട്ടം അതെൻ്റെ നെഞ്ചിലാണടി കൊണ്ടത്. അതെ, ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചപ്പോൾ അറിയാത്ത രീതിയിൽ എനിക്ക് നീ ഒരു പൂമഴയായി എൻ്റെ അടുത്തേക്ക് വന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അത് പിന്നെ എന്തൊക്കെ തന്നെയായാലും എൻ്റെ നൂറ,
നിൻ്റെ മനോഹരമായ മുഖം ഞാൻ വർണ്ണിക്കുകയാണെങ്കിൽ എനിക്ക് വാക്കുകളില്ല. പക്ഷേ ഒരു പെണ്ണിനെ കുറിച്ച് ഞാൻ വർണ്ണിക്കുന്നത് ശരിയുമല്ല. പക്ഷെ നിന്നെക്കുറിച്ച് അല്പമെങ്കിലും കുറിച്ചിടുവാനെങ്കിലും ഞാനൊന്ന് ഒരുങ്ങിക്കോട്ടെ. കാരണം റോസാപ്പൂ ഇതൾ പോലുള്ള ആ മനോഹരമായ ആ ചുണ്ടുകളും ആ മനോഹരമായ മൂക്കും വിടർന്ന കണ്ണുകളും വെളുപ്പ് നിറഞ്ഞ ചുവപ്പ് നിറമുള്ള ആ ഒരു കവിളുകളും എല്ലാം കൂടി കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു അപ്സര സുന്ദരിയായി മാറുകയാണ് നീയെ. സത്യം പറഞ്ഞാൽ ഈ ദുനിയാവിൽ ഇങ്ങനെയുള്ളൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. എൻ്റെ കണ്ണിൽ മാത്രമാണോ നീ ഇത്രമാത്രം സൗന്ദര്യവതി? എൻ്റെ പെണ്ണെ, നിനക്ക് നല്ലൊരു വിവാഹാശംസകൾ ഞാൻ നേരുകയാണ്. നീ നിൻ്റെ ഭർത്താവിനോടൊപ്പം സുഖസുന്ദരമായി ജീവിക്കണം നിങ്ങളുടെ മണിയറയിൽ. എങ്കിലും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ നൂറ, എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് കിട്ടാത്ത സൗഭാഗ്യം നിൻ്റെ ഭർത്താവിന് കിട്ടുകയാണെങ്കിൽ അവൻ എത്രയോ ഭാഗ്യവാനാണ്. ഭാഗ്യം ചെയ്തവൻ മാത്രമാണ് നിൻ്റെ ഭർത്താവ്. ഞാൻ ആഗ്രഹിച്ച കൊതിച്ച എൻ്റെ സ്വത്ത് ആണ് എൻ്റെ കയ്യിൽ നിന്ന് മറിഞ്ഞു പോകുന്നത്. എനിക്ക് നല്ല ടെൻഷനുണ്ട് നൂറ. പക്ഷേ എന്ത് ചെയ്യാൻ? സാരമില്ല, പടച്ച റബ്ബിൻ്റെ വിധി കൂടി ഉണ്ടെങ്കിലല്ലേ എല്ലാം നടക്കുകയുള്ളൂ. എങ്കിലും നീ ഒരിക്കൽ പോലും നിൻ്റെ ജീവിതത്തിൽ വിഷമിക്കരുത്, ദുഃഖിക്കരുത് എന്നത് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്. അവൻ ആ ഡയറിയിൽ ഓരോന്ന് വീണ്ടും വീണ്ടും എഴുതുകയാണ്. അവൻ്റെ കണ്ണീർ തുള്ളികൾ ആ ഡയറിയുടെ പേജുകളിലേക്ക് ഉറ്റി ഉറ്റി വീഴുന്നു. നൂറക്കത് കൊടുക്കുവാനൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച്, വേണ്ട, ഇനിയൊരിക്കലും അവളെ ഉപദ്രവിക്കേണ്ട. കാരണം അത്രക്കാരന് അയാൾ ഭയങ്കര സ്ട്രോങ് ആണ്. ആ പിതാവിൻ്റെ കൈകൾ വേണ്ട, അവൾ രക്ഷപ്പെട്ടോട്ടെ, എൻ്റെ ഇഷ്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടോട്ടെ. അല്ലെങ്കിൽ ഞാനൊരു ഭ്രാന്തനായിക്കൊണ്ട് ഈ കവിതകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും നൂറയെക്കുറിച്ച്. ഒരുപാട് നൂറ, നീ എനിക്കുള്ളതായിരുന്നല്ലോ അല്ലേ? പക്ഷേ എന്തോ അറിയില്ല, ഏതോ ഒരു നിമിഷത്തിൽ ആരോ നിന്നെ തട്ടിയെടുത്തു മോളെ. നിൻ്റെ ശരീരവും മനസ്സും നിൻ്റെ സൗന്ദര്യവും എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല മോളെ. ആഗ്രഹമുണ്ട് അങ്ങേയറ്റം. ഈ ലോകത്തിൽ ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്നത് നൂറ, അത് നിന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മളെ തമ്മിൽ വേർപിരിക്കുകയാണല്ലോ. സാരല്ല മോളെ, ആയിക്കോട്ടെ. ഈ ദുനിയാവിലില്ലെങ്കിൽ നാളെ ആഖിറത്തിലെങ്കിലും നീ എനിക്ക് എൻ്റെ പെണ്ണായിട്ട് വരുമോ? ശരിക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് അവൻ ആ ഡയറികളിൽ ഓരോന്ന് കുറിക്കുകയാണ്. എന്തെന്നില്ല, നൂറ പോയതിനു ശേഷം നൂറിൻ്റെ നിക്കാഹ് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് അവൾ ആ മെസ്സേജ് അയച്ചപ്പോൾ, പക്ഷേ പിന്നീട് എന്തായിരിക്കും അവൾ അങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചത്? അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും അങ്ങനെ ആവില്ല എന്ന് തന്നെ. ഇനി ഒരു പക്ഷെ അവളുടെ കൂട്ടുകാരി എന്നെ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണോ? അങ്ങനെ അവനക്ക് തോന്നി തുടങ്ങി. നൂറയെക്കുറിച്ച് എഴുതിയ ആ ഒരു വരികൾ അവൻ ഫോണിൽ ഫോട്ടോ എടുത്തു. നേരെ അവളുടെ ഫ്രണ്ട് ഷഹനയുടെ ആ നമ്പറിലേക്ക് അത് ഒന്ന് അയച്ചു കൊടുത്തു. ശരിക്കും അത് ഷഹന വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. റബ്ബേ, ഇത്രമാത്രം ഒരാണ് ഈ പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചോനെ അവർ തമ്മിൽ ഒരുമിപ്പിച്ചൂടെ? എന്തിനാണ് ഇവർ ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് വേണ്ടിയിട്ട്? ഷഹന ശരിക്കും ഈ ഒരു കാര്യം അവളുടെ ഉമ്മയോട് പറയുന്നു. ഉമ്മ, ഞാനൊരു കാര്യം പറഞ്ഞു തരാം, ഇതൊന്ന് വായിച്ചു നോക്കിക്കേ. ശരിക്കും അവളെക്കുറിച്ച് എഴുതിയ ആ ഒരു മെസ്സേജ് ശരിക്കും അത് വായിച്ചപ്പോൾ ഉമ്മയുടെ കണ്ണുകൾ വരെ നിറഞ്ഞൊഴുകി. റബ്ബേ, ഈ ബാപ്പയുടെ വാശി കൊണ്ടാണ്. ഒരിക്കൽ കൂടി ഞാനൊന്ന് പറഞ്ഞു നോക്കണോ? മറ്റന്നാളാണ് കല്യാണം. ഇനിയിപ്പോൾ എന്താ മോളെ ഷഹന, നീ അവളോട് പറഞ്ഞേക്ക്. അത് ഇനിയൊരിക്കലും ഇങ്ങനെയൊന്നും വിടല്ലേ. ഒന്ന് ബ്ലോക്ക് ചെയ്തേക്ക് മോളെ. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാം? സഹിക്കാൻ കഴിയണില്ല. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ അത്രയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളത് ഒരുമിപ്പിച്ച് കൊടുക്കേണ്ടതായിരുന്നു. എന്തിനാണ് അവറ്റകൾ ഇങ്ങനെ വേർപിരിപ്പിക്കുന്നത്? അല്ലെങ്കിലും രണ്ട് സ്നേഹങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴല്ലേ നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ കുട്ടിയുടെ സ്ഥിതി എന്തൊക്കെയാണോ ആവോ. എന്തൊക്കെ തന്നെയാലും കല്യാണത്തിൻ്റെ 2 ദിവസം മുമ്പേ തന്നെ ആളുകളെല്ലാം എത്തിത്തുടങ്ങി. ആ ഒരു വലിയ തറവാട്ടിൽ വലിയ പന്തൽ ഒരുങ്ങി. ഒരിക്കൽ പോലും ഓഡിറ്റോറിയത്തിൽ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രക്കും സൗകര്യാത്മകമായ രീതിയിലായിരുന്നു അവിടെ അവർ ഒരുക്കിയിരുന്നത് എല്ലാം. അറബിക് നൈറ്റ്, മഞ്ഞൾ കല്യാണം, അങ്ങനെ പല രീതിയിലുള്ള പരിപാടികൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനകത്തെല്ലാം നടുവിലിരിക്കുന്ന മണവാട്ടി പെണ്ണിൻ്റെ മുഖത്ത് പുഞ്ചിരിയില്ല.
അവളെന്തോ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഇരിക്കുകയാണ്. തൻ്റെ കല്യാണമാണോ ഇന്ന്? പക്ഷെ സന്തോഷമില്ലല്ലോ എന്നൊരു തോന്നലാണ് അവളുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഈ സമയം ഷാഹുൽ അതാ വെറും മറ്റന്നാളെ ആ 2 ദിവസത്തിനുള്ളിൽ ഈ ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റന്നാളായി കഴിഞ്ഞാൽ അവൻ്റെ കൈകളിൽ അവൾ പെട്ടുപോകും. തീർച്ചയായിട്ടും അന്ന് മുതൽ എനിക്കവൾ അന്യയായി മാറി. പിന്നീട് അവൻ്റെ ഭാര്യയായി അവിടെ അവർ സുഖമായി ജീവിക്കും. അവർ അവരുടെ ജീവിതത്തിലേക്ക് സുഖസന്തോഷത്തോടു കൂടി കടക്കും. അതെല്ലാം ഓർത്തുകൊണ്ട് ഞാനിവിടെ പൊട്ടിക്കരയും. നൂറ, എൻ്റെ പെണ്ണെ, എനിക്ക് കഴിയുന്നില്ലടി, എനിക്ക് കഴിയില്ല. നിന്നെ മറ്റൊരാൾക്ക് കൊടുക്കുന്ന എനിക്ക് സഹിക്കില്ല മുത്തേ, ഒരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. നൂറ, നീ എനിക്കുള്ളതായിരുന്നില്ലേ, പിന്നെന്താ അങ്ങനെ ആയിപ്പോയത്? ശരിക്കും അവൻ തന്നെ അത്ഭുതപ്പെടുന്നു. അതെ, ഞാൻ അവളോട് പറഞ്ഞതായിരുന്നു, ഇനി എന്നെക്കുറിച്ച് ചിന്തിക്കേണ്ട, പുതിയ ജീവിതമാണ് നിനക്ക് ലഭിക്കുന്നത് എന്നൊക്കെ പറഞ്ഞതാണ്. ഇപ്പോൾ എനിക്ക് തന്നെ എന്താ റബ്ബേ, എൻ്റെ നിയന്ത്രണം വിട്ടു പോവുകയാണോ? അതെ, നൂറ മണവാട്ടിയായി കരഞ്ഞിറങ്ങുന്നത് കാണുമ്പോൾ എനിക്ക് അവളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ആ പൂമുഖം ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ആ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന ആ ചുടുകണ്ണീരൊന്ന് തോർത്തി കൊടുത്തിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നണം റബ്ബേ. നൂറ, നീ മണവാട്ടിയായി ഇറങ്ങുകയാണോ? അത് ഇക്കട മുത്തല്ല നീയെ, എൻ്റെ നെഞ്ചിനുള്ളിലേക്ക് കടന്നു വന്ന പെണ്ണല്ലേ. അത് ഈ നെഞ്ചിലേക്ക് ഒരേ ഒരു മുഖമേ കടന്നിട്ടുള്ളൂ, അത് നിൻ്റേതാണ് നൂറ, അത് നിൻ്റേത് മാത്രമാണ്. അപ്പം നീ എന്നെ വിട്ട് പോവുകയാണോ നൂറ? ശരിക്കും എന്ത് ചെയ്യാം, നിന്നോട് എനിക്ക് കൂടുതൽ കൂടുതൽ സ്നേഹം കൂടി വരികയാണ്, എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നുകയാണ് നൂറ. ശരിക്കും അതാ ഷാഹുൽ അവിടെ വിതുമ്പി കരയുകയാണ്. അവൻ എന്തെന്നില്ലാത്ത വിഷമം, വല്ലാത്തൊരു ദുഃഖം. അവൾ എന്നിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ ആയിക്കോട്ടെ, അവൾ ജീവിക്കട്ടെ, നല്ല ജീവിതം അവൾക്ക് കിട്ടട്ടെ, അതിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവട്ടെ, എന്നിട്ട് ഞാൻ ഒരിക്കൽ സന്തോഷത്തോടു കൂടി തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ പൊന്നുമോളെ ഒന്ന് തൊടും. അതെ, അവളുടെ കവിളിലൊന്ന് നുള്ളും. അതെ, ആ പൊന്നുമോനെ ഞാൻ വാരിയെടുക്കും, ചുംബിക്കും. അതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ്. എനിക്ക് പിറക്കേണ്ട മക്കളായിരിക്കും അതൊക്കെ. പക്ഷേ എന്ത് ചെയ്യാൻ, അവൻ്റെ ആഗ്രഹങ്ങൾ അങ്ങനെ വളർന്നു കൊണ്ടേയിരുന്നു. ശരിക്കും ഷാഹുലിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു നെഞ്ചരിച്ചിലായി, ഒരു തീക്കനൽ വന്ന് കിടക്കുന്ന പോലെ. എൻ്റെ നൂറ, മോള് പോവുകയാണോ? ഇക്കാനെ വിട്ട് പോവുകയാണോ നീ? എന്നെ വിട്ടു പോയാൽ പിന്നെ ഈ നെഞ്ചിൽ പിന്നെ ആരായിരിക്കും? കണ്ട നിമിഷം മുതലേ ഈ നെഞ്ചിലേക്ക് കയറി കൂടിയ വിത്താണ് നീയെ. അതെ, അത് പിന്നീട് ഒരിക്കലും മറ്റൊരാൾക്ക് ഈ നെഞ്ചിൽ സ്ഥാനമില്ല മോളെ, ആ നിനക്കുള്ളത് തന്നെയാണ്, നിനക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കും. അങ്ങനെ അവൻ ഓരോന്ന് അതാ ഒരു ഭ്രാന്തനെ പോലെ പുലമ്പുകയാണ്. അത് അത്രക്കും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇടം പിടിച്ചതായിരുന്നു. അവൾ എന്താ ചെയ്യാം, സാറില്ല മോളെ നൂറ, നീ പോയിക്കോ, നീ സന്തോഷത്തോടു കൂടി പോയിക്കോ, നിനക്ക് ഇക്കേ വേണ്ടല്ലോ അല്ലേ, എന്നാലും നീ എന്തിനാ മോളെ സമ്മതിച്ചത്? അങ്ങനെ ഒരു ഭ്രാന്തമായ രീതിയിൽ അവൻ തന്നെ അവനോട് തന്നെ ചോദിക്കുന്ന രീതിയിലാണ് ശരിക്കും അവൻ്റെ മാനസിക നില തെറ്റിയ പോലെ തന്നെ. അത്രക്കും സ്നേഹിച്ചു പോയി, എന്ത് ചെയ്യാം. എന്നാൽ ഈ സമയം നൂറയും അങ്ങനെ തന്നെ. അവൾക്ക് ആ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരുന്നു. ആളുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്, പോകുന്നുണ്ട്, ഗിഫ്റ്റുകൾ തരുന്നുണ്ട്. പക്ഷേ അതൊന്നും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ബാപ്പയെ കാണുമ്പോഴാണ് അതിലേറെ പേടി. കാര്യം ഇനി നിക്കാഹ് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും സാരല്ല. അവൾ വല്ലാതെ വിഷമിക്കുകയാണ്. ഷഹൻ അവളെ സമാധാനിപ്പിച്ചു. അതെ, നിൻ്റെ ബാപ്പാനോടൊന്നും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനൊക്കെ പതിനിടയ്ക്ക് എത്ര മോഡൽ ഡ്രസ്സുകൾ മാറ്റി വന്നു, നീ ശ്രദ്ധിച്ചോ? ഇല്ലടി, ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ നൂറ, മറ്റന്നാളാണ് എല്ലാവരും എത്തിത്തുടങ്ങി, ഇനി എപ്പോഴും മേക്കപ്പൊക്കെ ഇടണം കേട്ടോ. പിന്നെ അതുമല്ല, പുതിയ അപ്പളച്ചക്കം വരുമ്പോഴേ വല്ലാതെ വിഷമിച്ച് നിൽക്കണ്ട, അപ്പോൾ പിന്നെ അവർ വേറെ എന്തെങ്കിലുമൊക്കെ സംശയിക്കും. നീ എന്തൊക്കെ തന്നെയായാലും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കണം കേട്ടോ. പെട്ടെന്ന് ബാപ്പയുടെ വിളി, നൂറ. ആ, എന്ത് ബാപ്പ? ആ, പിന്നെ ബാപ്പാൻ്റെ കുട്ടി നിക്കാഹിന് സമ്മതം തന്നെയല്ലേ? അത് ഞാൻ ഒന്നും കൂടി ചോദിക്കുകയാണ്, സമ്മതമല്ലേ? അനക്ക് സമ്മതക്കുറവൊന്നുമില്ലല്ലോ?
ബാപ്പ, അവൾ വിതുമ്പിക്കൊണ്ട് എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം ബാപ്പയെ നോക്കി. അതെ നൂറ, അത് പറയുമോ? നിക്കാഹിന് സമ്മതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റീപ്ലൈ അവൾ എന്തായിരിക്കും കൊടുക്കുന്നത്? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.